ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സങ്കീർത്തനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. റബാഷ റിബന റിബന റിബശബ റബശബന എന്റെ എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ. ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ. ദാവീദ് പറഞ്ഞു, എന്റെ നീതിയായ ദൈവമേ, ഹല്ലേലൂയ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അറിയണമേ. ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ആമേൻ. ദാവീദിന്റെ ദൈവത്തെ വിളിക്കുകയാണ്. ആമേൻ. സ്തോത്രം. അപ്പം എന്റെ നീതിയായ ദൈവം ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം വരില്ല. അപ്പൊ ദാവീദിന്റെ ഹാലിലെ കഷ്ടതയുടെ സമയത്ത് ദാവീദ് മനുഷ്യരെ അല്ല വിളിക്കുന്നത്, ദൈവത്തെയാണ് വിളിക്കുന്നത്, ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടത വരെ നമ്മൾ കാണുന്നത്. അവിടെ ഹാലിലെ അതിന്റെ ലാസ്റ്റ് ഭാഗം, നീ എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പം ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ഹാലിലെ ആവശ്യങ്ങൾ മേല് അല്ലെ കഷ്ടതയുടെ സമയത്ത് ഹല്ലേലൂയ, ബുദ്ധിമുട്ടിന്റെ സമയത്ത്, പ്രയാസം സമയത്ത് ദാവീദ് ആശ്രയിച്ചത് ദാവീദ് ദൈവമായ യഹോവ എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന. അതിന് ഞാൻ ഞെരുക്കത്തിരുന്നപ്പോ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പൊ പല സമയങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തെയും ദാവീദിനെ വിടുവിച്ച ദൈവത്തെ ദാവീദിനെ അറിയാം. അവിടെയൊക്കെ ദാവീദ് കാണുന്നുണ്ട്. ദാവീദ് അപ്പം ഈ പ്രാർത്ഥനയിൽ ഈ സമയത്ത് നമ്മൾ കാണുന്നത് ദാവീദിന് ഒരു സമയത്ത് നമുക്കറിയാം ദാവീദിന്റെ കൂടെ നിന്നവരൊക്കെ ദാവീദിന് എതിരാകുന്നുണ്ട്. ദാവീദിനെ എറിയാനായിട്ട് കല്ലെടുക്കുന്നുണ്ട്. ദാവീദ് കരയാൻ ശക്തിയില്ലാതെ കൂളം കരയും. അവിടെ നിന്ന് തൊട്ടടുത്ത് പറയുമ്പോൾ ദാവീദോ എന്റെ ദൈവമായ യഹോവയിൽ ഉറച്ചു അല്ലെങ്കിൽ ആ ദൈവത്തിൽ അപ്പൊ പെട്ടെന്ന് ബലപ്പെട്ടു. ദാവീദിന്റെ ജീവിതത്തിൽ ഏത് പ്രതികൂലം വരുമ്പോഴും ദാവീദ് ദൈവത്തിലാണ് ബലപ്പെട്ടത്. പക്ഷെ ദാവീദിന്റെ ജീവിതത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാവീദ് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ദൈവത്തിന് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നത് പല പ്രാവശ്യം തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ദാവീദിന്. അവിടെയൊക്കെ ദാവീദിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചിട്ട് ദാവീദിനെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ദാവീദിന് ദൈവം അതിൽ നിന്ന് വിശാലത വരുത്തി ഇതൊക്കെ ചെയ്യും. പക്ഷെ ദാവീദിനെ കുറിച്ച് പറയുന്നത് എന്താ? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെന്നല്ലേ. ദാവീദ് പല പ്രാവശ്യം തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ പക്ഷേ ലാസ്റ്റ് ദൈവം പറയുന്നത് ദാവീദിനെ കുറിച്ച് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കാരണം ദാവീദ് തെറ്റു പറ്റിയപ്പോഴെല്ലാം ദാവീദിന് ശിക്ഷ ലഭിച്ചു. പക്ഷെ അത് ദാവീദിനെ അവിടെ നിന്ന് ഒരു നല്ല അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ദൈവത്തോട് കൂടുതൽ ചേർന്ന് ദൈവത്തിന്റെ ഹൃദയപ്രകാരമായ മനുഷ്യനാണ്. അപ്പൊ ദൈവത്തിന്റെ ദാവീദിന്റെ ജീവിതത്തിൽ കുറവുകൾ വന്ന സമയത്തും ദാവീദിന്റെ ജീവിതത്തിൽ പോരായ്മകൾ വന്ന സമയത്തും ദാവീദ് മറ്റാരെയും ആശ്രയിക്കാൻ പോയിട്ടില്ല. ദാവീദിന്റെ ദൈവമായ യഹോവയിലാണ് ബലപ്പെട്ടത്. അപ്പൊ ആ ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് അപ്പൊ പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിച്ചത്. നമ്മുടെ ഡ്യൂട്ടോണമി എന്ന് പറയുക 8-ാം അധ്യായം വായിക്കുക, 14-14 വരെ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 14-16. നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമവിടായ മിസ്രയീമിന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളവുമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞുകൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. ഇപ്പൊ ദൈവം പറയുന്ന കാര്യം 3 പ്രോസസ് ആണ്. നിന്നെ താഴ്ത്തും, നിന്നെ പരീക്ഷിക്കും, അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് നന്മ ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രോസസ്സിംഗ് ആണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് താഴ്ചയിലൂടെ അവർ താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് താഴ്ത്തും. എന്നിട്ട് അവർ പരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് നന്മ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ താഴ്ചയും പരീക്ഷയും കഴിഞ്ഞിട്ടാണ് നന്മ വരേണ്ടത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും നന്മ വേണം, താഴാനും പറ്റത്തില്ല, പരീക്ഷയിൽ പോകാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ പക്ഷെ ഇവിടെ താഴ്ത്തി പരീക്ഷിച്ച് നന്മ ചെയ്യേണ്ടതിന് നിന്നെ നന്മ ചെയ്യേണ്ട നിനക്ക് എന്താ പറയാ
നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്ത് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത് നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. ഹല്ലേലൂയ. അപ്പം ആമേൻ അവിടെ അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടതിന് കൊണ്ടുവന്ന ദൈവമായ യഹോവയെ നീ മറന്നുപോയി. 17 വാക്യം വായിക്കാം. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാ അപ്പൊ നിന്റെ ശക്തിയും നിന്റെ ബലവുമാണ് കൈയുടെ ബലമാണ് ഈ സമ്പത്തുണ്ടാക്കി നീ പറയാതിരിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. എന്തിനാ? ഈ താഴ്ത്തി പരീക്ഷിച്ച് ദൈവം നന്മ ചെയ്യാനായിട്ട് അങ്ങനെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്ന ആമേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറയും ഹല്ലേലൂയ, എന്താ എന്റെ ശക്തി എന്റെ ബലമാണ് ഈ സമ്പത്തുണ്ട്. 18 വാക്യങ്ങൾ വായിക്കാം സിസ്റ്റർ. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ആമേൻ. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരെ സത്യം ചെയ്ത നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കണം. അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകാൻ ശക്തി തരുന്നത്. അപ്പൊ നമ്മുടെ ദൈവമല്ലോ നമുക്ക് സമ്പത്തുണ്ടാകാൻ ശക്തി തരുന്നത് നമ്മൾ ഓർക്കേണ്ടതിനാണ്. അല്ലെങ്കിൽ അത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ അത് മറന്നു പോകാതിരിക്കണ ചില സമയങ്ങളിൽ നമ്മളെ താഴ്ത്തും. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ പരീക്ഷിക്കും. നമുക്ക് അത് കഴിഞ്ഞ നന്മ. അപ്പൊ എല്ലാ നന്മയും ഹല്ലേലൂയ എല്ലാ നന്മയും എല്ലാ നല്ല ദാനങ്ങളും എവിടുന്ന ഉയരത്തേന്ന് സ്വർഗസ്നായ പിതാവിൽ നിന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സമ്പത്തുണ്ടാവാൻ ശക്തി തരുന്ന ആരാണ്? ദൈവം തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ സമ്പത്ത് നമ്മളിലേക്ക് വരുമ്പം ഹല്ലേലൂയ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. ഹല്ലേലൂയ നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ വിശ്വാസികളായിട്ടുള്ളവരുടെ വായിന്ന് കേൾക്കാത്ത ചില നല്ല കാര്യങ്ങൾ ചിലപ്പോ കത്തോലിക്കരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. കാരണം വെച്ചാൽ അവരെ ഇതൊക്കെ അല്ല, അതിൽ തന്നെ നല്ല വിശ്വാസം നയിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ജോഷിബദിനെ അറിയപ്പോഴും പറയാം, പുള്ളിക്കാരൻ ഇന്നലെ തന്നെ എനിക്കറിയാം ആ ഒരു പുള്ളിയുടെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോ സിസ്റ്ററെ നമ്മുടെ പൈസ നമ്മുടെ അപ്പന്റെ പൈസ അല്ലേ, അതിപ്പോ നഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പന്റെ കാശല്ലേ അത്. അപ്പൊ അപ്പൻ എന്ന് വെച്ചാ നമ്മുടെ കയ്യിലുള്ളതല്ല, ദൈവത്തിന്റെ അല്ലേ എന്ന് വെച്ചാൽ പുള്ളിയുടെ ആ പൈസ അത് കൊടുക്ക പോകുമ്പോഴും വരുമ്പോഴും അല്ല, അത് അപ്പന്റെ അല്ലേ എന്നുള്ള വാക്ക്. കാരണം നമ്മൾ പലപ്പോഴും ഇത് പറയുമ്പോൾ അത് വിശ്വാസികളുടെ വായൊന്നും ഞാൻ കേൾക്കാറില്ല. ഹാലിന്റെ എന്റെ കയ്യിലുള്ളതൊക്കെ എന്റെ അപ്പന്റെ അല്ലേ, സ്വർഗത്തിൽ അപ്പൻ തന്നതല്ലേ, അല്ല അപ്പന്റെ തന്നെയല്ലേ എന്ന സമ്പത്തല്ലേ, അല്ല നമ്മുടെ കയ്യിൽ നമുക്കുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളതൊക്കെയും അപ്പന്റേതല്ലേ. ഹാല ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുള്ളത് നല്ലതാണ്. കാരണം നമുക്ക് ദൈവം ദാനമായി നൽകിയിട്ടുള്ളത് എല്ലാം തന്നെ നമുക്കുള്ളു. നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ തലമുറകളാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, നമുക്ക് ഇന്ന് കാണുന്ന കാറാകട്ടെ, വീടാകട്ടെ, എന്ത് സൗകര്യങ്ങളാകട്ടെ, അതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നൽകിയേക്കുന്നത്. പലരെയും ചിന്തഹാലം ഞാൻ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, എനിക്ക് ജോലി കിട്ടി, ഞാൻ വേല ചെയ്ത് ഞാൻ സമ്പാദിച്ചതാണ് ഇതെല്ലാം എന്ന് ഹല്ലേലൂയ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ ഇതിനെല്ലാം കഴിവ് തരുന്ന ആരെ? ഇവിടെ പറയും സമ്പത്തുണ്ടാകാൻ നിനക്ക് ആമയ്ക്ക് ശക്തി തരുന്നത് നിന്റെ നമ്മുടെ ദൈവം. അപ്പൊ ആ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ശക്തിയും ഹാലെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും എല്ലാത്തിനും ശക്തിയും ബലവും തന്ന ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ മറന്നു പോകരുത്. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് ആ താഴ്ത്തിയ ഹാലയിലെ പരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ ദൈവം അത് ചെയ്തതെന്ന് ദൈവം തന്നെ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഹാലയിലെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഹാലയിൽ എന്തെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ട്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ 2 കാലം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നെങ്കിൽ അതും ദൈവത്തിന്റെ കൃപ തന്നെയാണ്, അല്ല ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളോടുള്ള. അപ്പൊ അതില്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ മുമ്പിലൂടെ കാണാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും 2 കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ഉള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അതിന്റെ നന്മയും ഹാലലി അല്ലെങ്കിൽ അതിന്റെ ആ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകത്തില്ല. ഇല്ലാത്തതിനെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ, അല്ലേ? നമ്മൾ ഉള്ളതിനെ കുറിച്ച് ഓർത്തിട്ട് എപ്പോഴെങ്കിലും അയ്യോ ദൈവമേ നന്ദി കേട്ടോ, നന്ദി ദൈവമേ, നന്ദി ദൈവം എന്ന് പറയും. അത് ഇല്ലാത്ത എന്തുണ്ട് അതിനെ കുറിച്ച് എനിക്കിതില്ലല്ലോ, അയ്യോ ഇതെന്തോ ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ആകുലപ്പെടാറുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ അത് മനുഷ്യൻ മാത്രമുള്ള ആ സ്വഭാവമുള്ളൂ. ബാക്കിയുള്ള ദൈവം സൃഷ്ടിച്ച ബാക്കി എല്ലാവർക്കും ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു മൃഗത്തിനും അങ്ങനെയുള്ള സ്വഭാവമില്ല. ഒരു കാക്കയും ഏതോ ഒരു പാസ് പ്രസംഗിച്ചോ ഒരു കാക്കയും ഭക്ഷണം കിട്ടിയില്ലെന്നും പറഞ്ഞു വന്നിട്ട് ദൈവത്തോട് പരാതി എന്നും പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടില്ല. ഭക്ഷണം കാക്കയ്ക്ക് ആരും വീട്ടിൽ കുക്ക് ചെയ്തൊന്നും കൊടുക്കാറില്ല, എവിടെയെങ്കിലും കിടക്കുന്നൊക്കെ കൊത്തിപ്പറക്കി തിന്നെ ചെയ്യുന്ന ഹാലയിൽ. എന്നാലും ഹാലയിൽ
ആരും അതിനുവേണ്ടി ഉപവസിച്ചതോ പ്രാർത്ഥിച്ചെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടി പരാതി പറഞ്ഞൊന്നുമല്ല. പക്ഷെ മനുഷ്യനാണ് അവിടെ എല്ലാം പറയുന്നത്. നമ്മൾ ഇസ്രായേൽ ജനത്തിന് മരുഭൂമി യാത്ര ചെയ്യാൻ നോക്കി തന്നെ ആദ്യം ഭക്ഷണത്തിന് മന്ന കൊടുത്തപ്പോ പറഞ്ഞു, അയ്യേ ഇന്ന് ഒരേപോലത്തെ സാധനം തരും, രുചിയില്ലാത്തൊരു സാധനം, ഇത് വേണ്ട. ഞങ്ങൾക്ക് അവിടെയായിരുന്നു മിസ്രൈമിലായിരുന്നു, ഞങ്ങൾക്ക് ഇറച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല കാട്ടുള്ളി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു പറഞ്ഞിട്ട് അവരെപ്പോഴും കുറുകുറുക്കുകയും പരാതി പറയും, അവർക്ക് ഇറച്ചി വേണമെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പൊ മനുഷ്യനാണ് ഹല്ലേലൂയ എന്ത് കൊടുക്കുമ്പോഴേ തൃപ്തി വരാത്തത്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അപ്പൊ അല്ലാതുള്ള ബാക്കി ആർക്കും ഒരു പരം നമുക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തില്ലയോ അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് ലാക്കിങ്, അതിനെക്കുറിച്ച് തന്നെ നമ്മുടെ ചിന്ത എപ്പോഴും ഹാലയിൽ, അല്ല ഉള്ളതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല. ഹാലയിൽ ആമേൻ സ്തോത്രം. ഹാല അവിടെ തിന്നാൽ ശരിയാത്ര. യോബിന്റെ പുസ്തകത്തിലേക്ക് പോകാം നമുക്ക്. 6-ാം അധ്യായം 1-ാം അധ്യായം എടുക്കാം. 6-7 വായിക്കാം. യോബ് 1-ാം അധ്യായം 6-7. ഒരു ദിവസം ദൈവപുത്രനാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. പിന്നെ വായിക്കാം. അപ്പൊ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ആമേൻ ഹല്ലേലൂയ. അപ്പൊ സാത്താന് സ്വർഗത്തിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ആരും വിചാരിക്കണ്ട സാത്താൻ അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റത്തില്ലെന്ന്. അവൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ചെല്ലുന്നുണ്ട്. അല്ലെ എല്ലാവരും ഊടാടി സഞ്ചരിച്ചിട്ട് ഇവിടുന്ന് നമ്മളെയൊക്കെ നോക്കി അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണോ അവിടെ നിരത്തി വെക്കേണ്ട നമ്മുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം നോക്കി വെച്ചുകൊണ്ട് അതൊക്കെ എഴുതി വേണമെങ്കിൽ പുസ്തകമൊക്കെ ആക്കിക്കൊണ്ടായിരിക്കും അവിടെ ചെല്ലുന്നത്. ആരെങ്കിലും വക്കീലന്മാര് കോടതിയിലൊക്കെ പോകുമ്പോൾ മറ്റേ നോട്ട്സ് ഒക്കെ തയ്യാറാക്കൊണ്ട് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും സമാധാനത്തിൽ ഇരിക്കൊന്നും വേണ്ട. അതെ സാത്താൻ അവിടേക്ക് ചെല്ലാൻ പറ്റത്തില്ലെന്ന്. അല്ലെ അവിടെ ചെന്നപ്പോ ആമേൻ. അപ്പൊ സാത്താനോട് ദൈവം കൂട്ടത്തിൽ സാത്താനും ചെന്ന്, യഹോവ സാത്താൻ നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിനപ്പം ദൈവത്തിന് അറിയാം എവിടെ നിന്നാ കൃത്യമായിട്ട് സാത്താൻ വരുന്നതെന്നൊക്കെ. അല്ലെ പക്ഷെ എന്നിട്ടും ദൈവം ചോദിക്കുന്ന സമയത്ത് സാത്താൻ പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. അവിടെ ഹാലേലിയ സാത്താൻ സത്യം തന്നെ പറഞ്ഞു, ഭൂമിയിലേക്ക് ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന്. ഹാലേലിയ. അപ്പം ഹാലേലിയ അവിടുത്തെ അപ്പൊ ദൈവം എന്താ ചോദിക്കുന്ന 8-ാം വാക്യം വായിച്ചു സിസ്റ്റർ. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ 12 വരെ വായിച്ചു. ഓക്കെ. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടുപോയി. ആമേൻ സ്തോത്രം. ഹാലേലിയ. അപ്പൊ തന്നെ ഭൂമിയിൽ എല്ലാവരും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നതാണ് ഹാലേലിയ സാത്താൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ദൈവം ചോദിക്കുന്നത് എന്താണ്? യഹോവ സാത്താൻ, എന്റെ ദാസന യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടാലും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നല്ലേ ചെയ്തത്. അപ്പൊ ഇത് ചോദിച്ച ഉടനെ തന്നെ ദൈവം കർത്താവ് തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, എന്റെ ദാസന യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. ഹല്ലേലൂയ. അപ്പം യോബ് എന്റെ മേൽ ദൃഷ്ടി വെച്ചു എന്ന് ചോദിക്കാൻ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, യോബിന് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് യോബിന്റെ മേൽ ദൃഷ്ടി വെക്കാൻ കാരണം. ഹാലയിൽ എന്താ പറയാ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നതിനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്ത്. അപ്പൊ യോബിന് കുറച്ച് നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് യോബിനെ കുഴപ്പത്തിലാക്കിയത്. കാരണം എന്താ ഇവിടെ അപ്പൊ ദൈവം തന്നെ സ്റ്റേറ്റ്മെന്റ് യോബിനെ കുറിച്ച് അങ്ങ് പറയുകയാണ്. ദൈവം തന്നെ പറയാ, എന്റെ ഭക്തനായ യോബ് നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, അവനെ പോലെ ഭൂമിയിൽ മറ്റൊരു മനുഷ്യൻ ദൈവഭക്തൻ ഭൂമിയിൽ ഇല്ല, വേറെ ഇല്ല. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് യോബിന്റെ മേൽ വന്നു. ഇതാണ് വിഷയം. ദൈവത്തിന് ദൈവം ഈ ഡിക്ലറേഷൻ അവിടെ നടത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പം അവിടെ ഒരു പരീക്ഷയ്ക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ ഉടനെ സാത്താൻ കയറിയിട്ട് ഹാലൂയ
അപ്പൊ എന്നല്ല, അതിനോ സാത്താൻ യഹോവോട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കെ നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ഹല്ലേലൂയ. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്ത് നോക്കി തിരിച്ചു പറയും ഉത്തരം. അപ്പൊ സാത്താൻ തിരിച്ചു പറയാണ്, വെറുതെയാണോ ഭക്തനായിട്ടിരിക്കുന്നത്? അല്ല, വെറുതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം അവനുള്ളത് എല്ലാം നീ അനുഗ്രഹിച്ച, അവൻ മൃഗസമ്പത്തും ഹാലേലിയ ആമ അവിടെയുള്ള ഹാലേലിയ അതെല്ലാം ദേശത്ത് പെരുകരിക്കുക, അവന് ചുറ്റുമുള്ള എല്ലാം അനുഗ്രഹിക്കുക മാത്രമല്ല, അവന് ചുറ്റും വേലി കെട്ടി നിർത്തേക്കുമല്ലേ. അപ്പൊ ഇത്രയും ചെയ്തിട്ടല്ലേ അവൻ നിന്നെ ആമയും ഹാലേലിയ നിഷ്കളങ്കനായിട്ടും ദൈവഭക്തനായിട്ട് ആ തൃക്കൈ നീട്ടിട്ട് കാര്യം ചെയ്യും, ഉള്ളതൊക്കെ ഒന്ന് തൊടും. അപ്പൊ അറിയാം ഇത് ത്യജിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ സാത്താൻ ഒരു വെല്ലുവിളി അങ്ങോട്ട് വെല്ലുവിളിക്കുക ദൈവത്തിന്. ഹാലെ. അപ്പൊ അടുത്ത് തിരിച്ച് ദൈവം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവർക്കും അറിയാവുന്ന പോയതൊക്കെ അത് ഉത്തരം ദൈവം സാത്താനോട്, ഇത് അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, ഞാൻ അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെന്ന് കൽപ്പിച്ച്. അങ്ങനെ സാത്താൻ യോടെ സന്നി വിട്ടു. അപ്പൊ ദൈവം തിരിച്ചു, ശരി, ഒരു കാര്യം ചെയ്യ്, അവനുള്ളതൊക്കെ നിന്റെ സന്നി നിനക്ക് തരിക, നീ തന്നെ ചെയ്തു. ഹാലലിയ. അപ്പൊ അത് ആമേ ഹാലലിയ, ജീവൻ മാത്രം ഒന്നും ചെയ്യരുത്, അതല്ല അത് ചെയ്തോളാൻ പറയുമ്പോഴത്തേന് ഹാലലിയ സാത്താൻ അത് തുടർന്ന് വിട്ടുപോകും. എന്താ അപ്പം ഇതിന്റെ കാര്യം ഇവിടെ ദൈവം യോബനെ കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് അവിടെ പറയുന്ന സമയത്ത് സാത്താൻ കയറി തിരിച്ച് വെല്ലുവിളിക്കുക ചെയ്യുന്നത്. അതേപോലെ ദൈവം അങ്ങോട്ട് ഇട്ടു കൊടുക്കുക, ഇവൻ എന്നാ പിടിച്ചോ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. ഹാലലിയ. അപ്പൊ ദൈവത്തിന് ആമി യോബിലുള്ള വിശ്വാസം, ഹാലേലിയ, എത്രത്തോളം വിശ്വാസം ഉണ്ടാകും, ദൈവം അത്ര കൃത്യമാണ്, എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കണമെങ്കിൽ. ഹാലേലിയ. പത്രോസിനോട് നമുക്ക് കർത്താവ് യേശുക്രിസ്തു പറയുന്നവർക്ക് സാത്താൻ പാറ്റ ചോദിച്ച ശേഷം ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. പക്ഷെ ഇവിടെ യോബിനെ ദൈവം അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. യോബിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോഴത്തേന് ആ ദൈവത്തിന് വിശ്വാസമുള്ളതുകൊണ്ട് യോബിനെ വിട്ട. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-11 വായിക്കാവോ? യാക്കോബ് 5-10-11 10-11. അഞ്ചിന്റെ 10-11. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലുമുള്ളവൻ അല്ലോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ട അനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളണം. അവരുടെ ജീവിതത്തിലൊക്കെ ഒരു കഷ്ടാനുഭവം ഉണ്ട്. കഷ്ടത്തിലൂടെ പോകുന്നവർക്കെല്ലാം ഒരു ദീർഘക്ഷമയുണ്ട്. അപ്പൊ കഷ്ടം മാത്രമല്ല, കഷ്ട അനുഭവത്തിലൂടെ പോയവര് ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട അടുത്തൊരു സ്വഭാവമാണ് ദീർഘക്ഷമ ഉണ്ടാകണം. ഹാലയില്ല. കാരണം ദൈവം നമ്മളെ കഷ്ട അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത്. അടുത്ത പറയുന്നത് സഹിഷ്ണുത കാണിച്ചിരുന്ന ഭാഗ്യന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഹാലയിലിയ. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് യോബിനെ തന്നെ, യോബിന്റെ സഹിഷ്ണുത ഞങ്ങൾ കേട്ടും കർത്താവ് വ്യക്തി അവസാനം കണ്ട്. അപ്പൊ കഷ്ടതയിൽ നമുക്ക് ഉണ്ടാകേണ്ട കാര്യം സഹിഷ്ണുത. ആ സഹിഷ്ണുതയിലൂടെ പോയി കഴിയുമ്പോ അതൊരു അവസാനമുണ്ട്. ഹാലേ. അപ്പൊ ഈ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരായിരിക്കണം. കഷ്ടതയുടെ കഷ്ടത വരുമ്പോഴത്തേന് പെറുപെറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി പരാതിയും പറഞ്ഞ് പരിഭവം പറഞ്ഞിട്ടല്ല. യോബിന്റെ ജീവിതം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഹാലേലുയ, അവിടെ യോബിന്റെ സഹിഷ്ണുത, ആ സഹിഷ്ണുതയ്ക്ക് ഒരവസാനം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലയിലെ കഷ്ടതയിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് സഹിഷ്ണുത ലഭിക്കുന്നുണ്ടോ? ഒരു ഭക്തനാണെങ്കിൽ, ഒരു ദൈവത്തെ വിശ്വാസമുള്ളവരാണെങ്കിൽ ഹാലയിലെ നമുക്കൊരു സഹിഷ്ണുത ഉണ്ടാകണം കഷ്ടതയിൽ കൂടെ പോകുന്ന സമയത്ത്. ഈ കഷ്ടത നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയില്ല, ദൈവത്തിന് നമ്മളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഹാലേലിയ. ദൈവം നമ്മളെ ഹാലേലിയ ആ ദീർഘക്ഷമയിലൂടെ, ദൈവത്തിന്റെ സ്വഭാവ ദീർഘക്ഷമയിലൂടെ കൊണ്ടുവന്നിട്ട് അതിന് അവസാനമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് താഴ്ത്തിയും പരീക്ഷിക്കുന്ന എന്തിനാച്ചാൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. ഇപ്പൊ ഇവിടെ നമ്മൾ കഷ്ടതയിലൂടെ നമ്മളൊരു സഹിഷ്ണുത, ആ സഹിഷ്ണുത നമ്മുടെ ആ ദീർഘക്ഷമയാണ്. നമ്മള് ദൈവത്തിന്റെ ഹാലയിലെ പ്രവർത്തിക്കായിട്ട് ഹാലലിയ ഒരു പടി പോലും പുറകോട്ട് പോകാതെ കൂടുതൽ കൂടെ ദൈവത്തെ അടുത്ത് ദൈവത്തെ തള്ളി പറയാതെ
ദൈവത്തിന്റെ വഴിയിൽ തന്നെ നിന്ന് ഹാലേലിയ നമ്മുടെ ആ അവസാനത്തിലേക്ക് നമ്മൾ എത്തണം ഹാലേലിയ. അപ്പൊ ദൈവം വരുത്താൻ പോകുന്ന അവസാനം അവിടെ പറഞ്ഞ അവസാനം നിങ്ങൾ കർത്താവ് വ്യക്തി അവസാനം കണ്ടു, കർത്താവ് മഹാകരുണയും മനസ്സിലുള്ള. അപ്പൊ കർത്താവ് വ്യക്തി അവസാനം കണ്ടുമരിക്കുന്നു. ആമേ ഹാലി. യോബിന്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ലാസ്റ്റ് അധ്യായത്തിലേക്ക് നമുക്കറിയാല്ലേ യോബിനുള്ളതിനെയൊക്കെ ഇരട്ടിയാക്കി ദൈവം കൊടുത്തു. യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്ന് യോബിന് ഹാലലിയ ദൈവം എല്ലാം ഉണ്ടായിരുന്നതിന്റെയൊക്കെ ഇരട്ടിയായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണും. അപ്പൊ അവിടെ പക്ഷെ ആ പ്രോസസ് 1-ാം അധ്യായത്തിൽ തുടങ്ങിയത് അവിടെ വരെ എത്തുമ്പോഴത്തെ ഒരു ദീർഘക്ഷമയുടെ കാലങ്ങൾ നമുക്ക് കാണുന്നല്ലേ. യോബിന്റെ സ്നേഹിതന്മാർ വന്ന് യോബിന് ആമേൻ ഓരോ കാര്യം എല്ലാവരും വിട്ടുപോയി. ആമേ സ്വന്തം ഭാര്യ പോലും പറഞ്ഞ് ദൈവത്തെ ത്യജിച്ച് ആമേ തള്ളി പറഞ്ഞിട്ട് ആമേ ഹാലിൽ എഴുന്നേറ്റ് പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നത് എല്ലാവരും ഇതെല്ലാം ചെയ്തിട്ട് യോബ് അവിടെ പറയുന്ന യോബിന് ആമേ ഒരിടത്ത് പറയുന്നുണ്ട് യോബ് ഞാൻ ദൈവത്തെ കാണും, ദൈവത്തോട് മുഖാമുഖമായി ചോദിക്കും ഹാലേലിയ, എന്റെ ദൈവത്തോട് ഞാൻ വാദിക്കും ഹാലേലിയ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു യോബിന് അറിയായിരുന്നു യോബിന്റെ ജീവിതത്തിൽ യോബ് പാപം ചെയ്തിട്ടല്ല യോബ് ഇതിലൂടെ കടന്നു പോയത്. അതുകൊണ്ട് ആമേ ഹാലേ സർവശക്തന്റെ മുമ്പ് ഞാൻ നിൽക്കും ഹാലേലിയ, അപ്പൊ ഞാൻ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് യോബ് ഹാലേലിയ ആ ദൈവത്തിന്റെ മുമ്പിൽ ഉറപ്പോട് നിൽക്കുമെന്ന് പറഞ്ഞ് തന്നെ നിൽക്കുന്ന യോബ് നമ്മൾ കാണുന്നുണ്ട്. അവസാനം അത്യുന്നതൻ ഹാലേലിയ യോബിനെ നേരിട്ട് തന്നെ സംസാരിക്കുകയും യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഹാലേലിയ അനുഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം യോബിന്റെ സഹിഷ്ണുത നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 102-ാം സങ്കീർത്തനം 23-ാം വാക്യം വായിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 102-23. ബദ്ധന്മാരുടെ അല്ല 102-23. അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. ആമേൻ സ്തോത്രം. അപ്പൊ വഴിയിൽ വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ച് എന്റെ നാളുകളെ ഹാലേലിയ ക്ഷയിപ്പിച്ചിരിക്കുന്നു ഇവിടെ പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്ന ദാവീദിന്റെ സങ്കീർത്തനം. അപ്പൊ വഴിയിൽ വെച്ച് ബലം ക്ഷയിപ്പിച്ച് നാളുകളെ ചുരുക്കിയിരിക്കുന്നു എന്ന് അടുത്തേക്ക് നമ്മൾ വായിക്കുമ്പോഴത്തെ അറിയാം ഹാലേലിയ ആമേൻ. എന്നിട്ട് ദാവീദ് വീണ്ടും ദൈവത്തോട് തന്നെ അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് എടുത്തത്. അപ്പൊ ചില സമയത്ത് ദൈവത്തിന്റെ ഹാലേലിയ ആമേൻ ദൈവം നമ്മുടെ ബലത്തെ ക്ഷയിപ്പിച്ച് കളയും ഹാലേലിയ. അപ്പൊ ബലത്തെ ക്ഷയിപ്പിക്കുക നമ്മൾ എപ്പോഴും നമ്മുടെ ബലത്തിൽ ഹാലിൽ നമ്മൾ അഹങ്കരിക്കുന്നത് നമ്മൾ ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് സംഭവിക്കും. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന് മുമ്പിൽ ദാവീദിന് ദാവീദ് അവിടെ എല്ലാം താഴ്ത്തു വരുന്നത് ഹാല. ദാവീദിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേനും ദാവീദ് അവിടെയെല്ലാം മനസ്സിലാക്കി. നമ്മൾ ഒരു സങ്കീർത്തനത്തെ നമ്മൾ കാണും. ദൈവസന്നിധി പോയി വീണ് നിലവിളിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുക്കല്ലേ, അപ്പൊ എന്നെ രക്ഷയുടെ സന്തോഷം തിരികെ തന്നെ ഒക്കെ പറയും. അപ്പൊ താഴ്ത്തുകയാണ്. ദാവീദിന്റെ ഒരു ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ഹാലെ. ദാവീദ് അവിടെ എവിടെയെങ്കിലൊക്കെ ദൈവം നമ്മൾ ബലം ക്ഷയിപ്പിച്ചു എന്ന് മനസ്സിലായ ഉടനെ ദാവീദ് വീണ്ടും ദൈവസന്നിധി ബലം പ്രാപിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലില്ല നമ്മുടെയൊക്കെ ബലം എവിടെയെങ്കിലും നമ്മൾ ആത്മീയമായിട്ട് ബലം ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് ശാരീരികമായിട്ടൊക്കെ അനുഭവിക്കും. അല്ലെ ശാരീരികമായിട്ട് ബലം നമുക്ക് ആത്മീയമായ ബലത്തേക്ക് ക്ഷയിക്കും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വീണ് ചെന്ന് ഹാലെ ആ ബലത്തെ വീണ്ടും പ്രാപിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ആമീൻ ഹാലിലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആമീൻ പരിശുദ്ധ അഭിഷേകം എവിടെയെങ്കിലും ഒന്ന് കുറഞ്ഞു പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആമീൻ അപ്പോൾ തന്നെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഇരിക്കണം ഹാലിലെ. ദൈവത്തോട് നിലവിളിച്ചിട്ടാണെങ്കിലും കാണുമ്പോൾ എന്താണ് സംഭവിച്ചിട്ട് അത് തിരിച്ചറിഞ്ഞ് ഹാലിലെ അതിനെ നമ്മൾ ഹാലിലെ ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോകാൻ അപ്പം തന്നെ തിരിച്ചു പിടിക്കണം ഹാലി. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ പോലും അറിയാതെ ചോർന്ന് പൊക്കൊണ്ടേയിരിക്കും ഹാലി. നമ്മൾ ബലഹീനരായി നിൽക്കുക. ആത്മീയമായി നമ്മൾ ബലഹീനരായി കഴിഞ്ഞാൽ ഹാലേലി അകത്തെ മനുഷ്യൻ ബലമില്ലാത്തവനായി പോയി കഴിഞ്ഞാൽ പുറത്തെ മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ പിശാചിന് വളരെ എളുപ്പമാണ്. പിശാച് നമ്മളെയൊക്കെ കാണുമ്പോൾ പേടിച്ച് അല്ലെങ്കിൽ നമ്മളെ അടുത്ത് വരാതെ ഇരിക്കുന്നതിന്റെ കാരണം നമ്മുടെ ശരീരത്തിന്റെ ഉയരോ അല്ലെങ്കിൽ പൊക്കോ മണ്ണോ സൗന്ദര്യം ഒന്നും കണ്ടിട്ടല്ല ഹാലേലിയ. നമ്മുടെ ഉള്ളിലുള്ള ഹാലേലിയ പരിശുദ്ധാത്മ ശക്തിയെ കണ്ടിട്ടാണ് ഹാലേലിയ സാത്താൻ പലപ്പോഴും ഭയപ്പെട്ട് ദൂരം നിൽക്കുന്നതിന്റെ കാര്യം. കാരണം ഇല്ലെങ്കിൽ അവൻ നമ്മുടെ അടുക്കിലേക്ക് വരികയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഹാലേലിയ പലപ്പോഴും ഹാലേലിയ അറ്റാക്ക് ചെയ്യാൻ ഇടയാകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മളിലൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥ ഹാലേലിയ ഒരു ശകലമെങ്കിലും മങ്ങലേറ്റ് കഴിഞ്ഞാൽ ഹാല ദൈവസന്നിധി വീണ് നിലവിളിച്ച് ഹാലേലിയ ദാവീദ് എപ്പോഴും ഹാല ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ച് ഹാലേലിയ ആ ദൈവത്തിന്റെ സ്നേഹത്തെ അല്ലെങ്കിൽ ആ ദൈവമായിട്ട് ബന്ധത്തെ പുതുക്കിയെടുത്തതുപോലെ അതുകൊണ്ട് തന്നെ അവിടെ ദൈവം പറയുന്ന ഹാലെ ദാവീദിനെ കുറിച്ച് പറയുന്ന ഹാലെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതുപോലെ നമ്മുടെ മോശയെ കുറിച്ച് ദൈവം പറയാറുണ്ട് ഹാലെ മോശ സൗമ്യൻ. അതെല്ലായിടത്തും ആക്കി വെച്ച കൃത്തിനൊക്കെ സൗമ്യം. പക്ഷെ മോശയുടെ സ്വഭാവം നമുക്കറിയാല്ലേ. മോശ സൗമ്യനാന്ന് പറയുന്ന സമയത്തും മോശ എന്താ ചെയ്തത്? മോശയ്ക്ക് കോപം ഭയങ്കരമായിരുന്നു ഹാലെ. ഒരിക്കൽ എന്താ പറയാ ഇസ്രായേൽ മിസ്രൈമിന് ഒരാളെ
തല്ലിക്കൊല്ലും. ഹാലല്ലേ. അത് കഴിഞ്ഞിട്ട് ആമ പ്രമാണം കൊണ്ട് താഴെ കയറുമ്പോൾ ഇത് കാണുമ്പോൾ പടക്കെ ഇട്ടു പൊഴിഞ്ഞോട്ട്. പക്ഷെ എന്നിട്ടും ആ മോശയെ കുറിച്ച് ദൈവം പറയുന്ന ആ ഇസ്രായേൽ ജനത്തിനൊക്കെ സൗമ്യം. പക്ഷെ മോശ തെറ്റ് ചെയ്തപ്പോഴൊക്കെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. ഹാല മറന്നുപോലെ ഹാല. കാരണം മോശയോട് ഒരിക്കൽ പറയുന്ന ഇസ്രായേൽ ജനം എല്ലാം വെള്ളത്തിന് പിറുപിറുത്ത്. അപ്പൊ ദൈവം പറയും നീ ഒരു കാര്യം ചെയ്യും, പാറയെടുക്ക ചെന്ന് കൽപ്പിക്കണം എന്നൊക്കെ പറയുമ്പോ ആ ദേശത്ത് ചെന്ന് പാറയെടുക്ക പോയി പാറയെ അടിക്കും. പക്ഷെ അപ്പൊ തന്നെ ദൈവം പറയും വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പൊ ദൈവം പറഞ്ഞ അനുസരിച്ച് ദൈവം പറഞ്ഞതൊക്കെ ചെയ്തെങ്കിലും ജനത്തിന് വെള്ളം എല്ലാം കൊടുത്തു. പക്ഷെ അത് കഴിയുമ്പോൾ ദൈവം ഉടനെ ഒരു മോശേ, പക്ഷേല് നിന്നെ ഞാൻ അവിടുന്ന് വിളിച്ചിറക്കി ആൾക്കാരെയൊക്കെ ലീഡ് ചെയ്തോണ്ട് നീ പോകുന്നത് എന്തിനാന്നറിയാം? വാഗ്ദദേശത്തെ പോകാൻ വേണ്ടി. പക്ഷെ നീ അവിടെ ചെല്ലത്തില്ല കേട്ടോ, നീ അവിടെ കാല് വയ്ക്കത്തില്ല. കാരണം എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് ഇവർ ചെയ്യുന്ന ഓരോ തെറ്റിനും ദൈവം അവരെ ശിക്ഷിക്കുന്നുണ്ട്. അല്ല ഇന്ന് ഹാലലിയ അവിടെ കർത്താവ് യേശുക്രിസ്തു ദൈവത്തിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി സദാ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എവിടെയൊക്കെ നമ്മൾ തനിയെ തപ്പിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാലലിയ. ഇല്ലെങ്കിൽ ഓരോരോ തെറ്റ് ചെയ്യുമ്പോഴും അപ്പ ശിക്ഷ വന്നുകൊണ്ടേയിരിക്കും. ഹാല ഇപ്പൊ ഇവിടെയൊക്കെ എവിടെയൊക്കെ അങ്ങനെ എന്താ പറയാ നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടേക്ക് ഒരാൾ കയറി ഇടിവ് നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇപ്പൊ എല്ലാരും നല്ല ഞെളിഞ്ഞ് നടക്കുന്നതിന്റെ കാര്യം. ഇല്ലെങ്കിൽ നമുക്ക് കാണാറുണ്ട് പലർക്കും കിട്ടുന്ന അടി എങ്ങനെ, നമുക്ക് ഓരോരുത്തരും കിട്ടുന്നത് എങ്ങനെയായിരിക്കുമെന്ന്. അടി കൊണ്ടിട്ട് ചിലപ്പോൾ നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ കുരുന്തൽ എങ്ങനെ 2 കുരുന്തൽ 12-ാം അധ്യായത്തിന്റെ 5 തുടങ്ങി 7 വരെ വായിക്കാമോ? 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 5 to 7. 2 കൊരിന്ത്യർ എത്രാമത്തെ? 12. 12-ന്റെ അവനെ കുറിച്ച് ഞാൻ അടുത്ത അതിന് മുമ്പിലത്തെ വാക്യം തൊട്ട് വായിക്കട്ടെ. ഓക്കെ, വായിച്ചോ. ഓക്കെ. മനുഷ്യന് ഉച്ചരിക്കാൻ കഴിയാത്തതും പറവാൻ സാധിക്കാത്തതോ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല. ഞാൻ പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആമേൻ. സ്തോത്ര. ഹാലേലൂയ. ഇവിടെ ഇത് നമുക്ക് എല്ലാവർക്കും പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഹാലേലൂയ. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയാ, നമുക്ക് എപ്പോഴും നമ്മൾ ദൈവത്തെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ബലഹീനതയൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥമായി നമ്മൾ ദൈവശക്തിയെ തിരിച്ചറിയുന്നത്, ദൈവശക്തി അനുഭവിക്കുന്നത്, ദൈവശക്തി പ്രാപിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമുക്ക് നമ്മുടെ ശക്തിയിൽ നമ്മുടെ ബലത്തിൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ ശക്തി പ്രാപിക്കും. നമ്മുടെ എല്ലാവരുടെ ജീവിതം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഷ്ടതയുടെ സമയത്താണ് കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നതും ദൈവത്തെ നമ്മൾ പ്രാപിക്കുകയും ചെയ്യുന്ന. ദൈവശക്തി. അപ്പൊ ഇവിടെ ഈ പൗലോസ് അപ്പോസ്തലൻ പറയാം, പൗലോസ് അപ്പോസ്തലൻ ആത്മ മനുഷ്യനെ കുറിച്ച് ആദ്യം പറയാം. ആ ആത്മ മനുഷ്യനെ കുറിച്ച് പറയുമ്പോഴത്തെ പറയുന്നത് എന്താ പറയുക, എന്നെ കുറിച്ചോ അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കുക. ആ ആത്മ മനുഷ്യനെ കുറിച്ച് പ്രശംസിക്കുക. എന്നെ കുറിച്ചോ എന്റെ ബലഹീനല്ല ഞാൻ പ്രശംസിക്കുകയില്ല. അപ്പം എന്റെ അകത്ത മനുഷ്യൻ ഹാലയിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രശംസിക്കും. പക്ഷെ എന്നെ കുറിച്ച് എനിക്ക് പ്രശംസിക്കാൻ കഴിയും. കാരണം അത് ക്രിസ്തുവിലുള്ള മനുഷ്യനാണ്, അല്ലെ? അത് ആത്മാവിലാണ്. നമ്മുടെ അകത്ത മനുഷ്യൻ എപ്പോഴും ഹാലയിലെ ആത്മാവിന്റെ ആത്മാവാണ് അതിനെ ഗൈഡ് ചെയ്യുന്ന. ആത്മാവിന്റെ ബലത്തല്ല, ദൈവം തരുന്ന കൃപയിലും കൃപാവരങ്ങളും ഒക്കെ പകർന്നാണ്, ദൈവത്തിന്റെ ശക്തിയിലാണ് അത് ബലപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് പ്രശംസിക്കാൻ കഴിയും. പക്ഷേ എന്നെ കുറിച്ച് പ്രശംസിക്കും എന്താ പറയാ, അപ്പൊ പ്രശംസിക്കുമ്പോൾ എന്നെ കുറിച്ച് എന്റെ ബലഹീന അല്ലാതെ എനിക്ക് പ്രശംസിക്കാം. അപ്പൊ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അതാണ്. അപ്പൊ നമ്മൾ ബലഹീനനായിരിക്കുമ്പോൾ നമ്മളെ ശക്തനാക്കുന്നത് നമ്മുടെ ദൈവമാണ്. അങ്ങനെയാണ് നമുക്ക് പ്രശംസിക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ പ്രശംസിക്കുമ്പോഴും അപ്പൊ മൂഢനാകുകയില്ല, സത്യമല്ലോ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ പുറത്തെ മനുഷ്യനെ കുറിച്ച് പറയുമ്പം ഹല്ലേലൂയ, പൗലോസ് വേറെന്ത് പറയുന്നല്ലേ, അവരെ എല്ലാരെയും കാട്ടി
ഏറ്റവും ലാസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്നവൻ ഹാലേലിയ, എല്ലാവരെക്കാട്ടും ആരും ഒരു യോഗ്യതയും ഇല്ലാത്തവൻ. കാരണം വെച്ചാൽ ജനത്തെ കർത്താവിന്റെ മാർഗം പറയുന്നവരെ ഹാലെ പിടിച്ചു കെട്ടാനും കൊല്ലാനും വരെ നടന്ന ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന ഹാലിൽ എന്ന് വെച്ചാൽ ശത്രുവായിരുന്നു എന്നെ, ദൈവത്തിന് ശത്രുവായി നിന്നിരുന്ന എന്നെയാണ് ദൈവം കൃപയാൽ വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ കഴിവിലും എനിക്ക് പ്രശംസിക്കാൻ അതിലൊന്നുമില്ല. ദൈവത്തിന്റെ കരുണയാണ് പൗലോസിന്റെ മേൽ വന്നത്. പൗലോസ് തിരിച്ചു. അപ്പൊ അതുകൊണ്ട് പൗലോസ് അതിൽ മാത്രം പ്രശംസിക്കത്തുള്ളൂ. ഹാലേലി. അപ്പം അവിടെ എന്നിട്ട് മൂടനാവുകയില്ല, സത്യമല്ലോ പറയെങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായന കേൾക്കുന്നതിനും മീതെ ആരും എന്നെ നിരൂപിക്കാന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. ഹാലേലൂയ. എന്നിട്ട് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നീളിച്ചു പോയി, എനിക്ക് ജഡത്തിൽ ഒരു ശൂലം ഞാൻ നീളിച്ചു പോയാൽ എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അപ്പം വെളിപ്പാടുകൾ എന്താ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഹാലില് ദൈവത്തെ നേരിട്ട് പ്രാപിച്ച് ഹാലിൽ സഭയ്ക്ക് വേണ്ടിയിട്ട് ഹാലിയ ഈടിട്ട് ലേഖനങ്ങൾ എഴുതാനും ഏറ്റവും കൂടുതൽ സഭ സ്ഥാപിക്കാനും അന്ന് അനേക സ്ഥലങ്ങളിലേക്ക് ക്രിസ്തുവിനായിട്ട് കടന്നു പോകാനും എല്ലാം പൗലോസ് വെളിപ്പാടുകൾ ആധിക്യത്താൽ നിഗളിച്ചു പോകുമെന്ന് പൗലോസിന് പറഞ്ഞ നിഗളിച്ചു പോകാതിരിക്കണം. അപ്പൊ നിഗളം പൗലോസിന്റെ മേൽ ഉണ്ടായിരുന്നു. ഹാലേലിയ. പൗലോസിന് ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് ഭയങ്കര തർക്കിക്കുന്ന ആളായിരുന്നു. ഹാലേലിയ. എല്ലാ കാര്യങ്ങളിലും അവിടെ നമ്മൾ പത്രോസിനോട് പോലും കയറി തർക്കിക്കുന്നതൊക്കെ കാണുന്നു. എല്ലാത്തിനും സ്വന്തം അഭിപ്രായം ഉണ്ടാകും. കാരണം പൗലോസ് ഇപ്പൊ എന്തുകൊണ്ട് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് നല്ല ഉറപ്പുണ്ട്. പൗലോസ് പറഞ്ഞ സത്യമാണ്. കാരണം പൗലോസ് ദൈവത്തെ നേരിട്ട് പ്രാപിച്ചിട്ടുള്ള മനുഷ്യനാണ്. മൂന്നാം സ്വർഗത്തോളം പോയ പ്രാപിച്ചിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം പറയുന്നത് സത്യമെന്ന് ഹാലല്ലേ, ഇതാണ് സത്യമെങ്കിൽ നമ്മളോട് വാദിക്കും. ഞാൻ ചില സമയത്ത് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞാല് ഞാൻ പറയാം, നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏത് ദൈവദാസന്മാരുടെ ഞാൻ വിശ്വാസം വന്ന സമയം തുടങ്ങിയിട്ട് ദൈവം തന്ന കൃപയ നമ്മൾ കേട്ടോണ്ടിരിക്കും, വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഭാഗമൊന്നും അറിയത്ത് പോലും ഉണ്ടല്ലോ. അങ്ങനത്തെ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ അറിഞ്ഞു. പക്ഷെ കേട്ടോണ്ടിരിക്കും എന്തെങ്കിലും അവർ പറയുന്നൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ദൈവം അപ്പൊ തന്നെ പരിശുദ്ധാത്മ എനിക്ക് പെട്ടെന്ന് എന്റെ തലയിൽ ഒരു കുട്ടവന് വന്നിട്ട് അതെനിക്ക് വചനത്തിലൂടെ കാണിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ എന്നോട് പറയും, ശബ്ദത്തിലോട് പറയുന്നത് അല്ല ശരിയെന്നുള്ള പറയും. ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഈ കേട്ടത് ശരിയെന്നറിയാം. അപ്പൊ ഞാനതുകൊണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് അടുപ്പമുള്ള ദൈവദാസന്മാരാണെങ്കിൽ പറയും, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടും അല്ലെങ്കിൽ പറയും, ഇതുപോലെ ഇന്നതല്ലേ അതിനകത്ത്, അത് ദൈവം ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇതല്ലേ സത്യം, ഇതല്ലേ ശരി, അപ്പൊ ഈ പറഞ്ഞതല്ലല്ലോ തെറ്റല്ലേ എന്ന് പറയുമ്പോഴത്തേനും ചില ആൾക്കാര് അത് തർക്കിച്ചു കഴിഞ്ഞാൽ, പക്ഷെ എനിക്കറിയാം അവർ പരിശുദ്ധാത്മാവിലുള്ള മനുഷ്യരാണെങ്കിൽ ദൈവം അവരോട് വെളിപ്പെടുത്തി കൊടുക്കും. പിന്നീട് എന്നോട് പറയാറുണ്ട്, പറഞ്ഞതാണ് ശരിയെന്ന് പറയാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരത് ഏറ്റെടുക്കാറുണ്ട്. അപ്പൊ ഏറ്റെടുക്കുന്നതായിട്ട് പറയാറുണ്ടെങ്കിൽ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ അത് റിസീവ് ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ദൈവം അപ്പൊ എന്നിട്ട് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അയ്യോ അവർ വലിയ ദൈവദാസനല്ലേ, അല്ലെങ്കിൽ ഒത്തിരി പോയി പഠിച്ചവരല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചിന്തിക്കില്ല. കാരണം എനിക്കൊരു കാര്യം ഉറപ്പം, ഞാൻ കേൾക്കുന്ന ദൈവശബ്ദമാണെന്ന്. അപ്പൊ ദൈവശബ്ദമാണെങ്കിൽ അതാണ് സത്യമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആ ഉറപ്പുള്ളത് കൊണ്ട് ഞാനത് പറയാറുണ്ട്. കാരണം അതുപോലെ പൗലോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന് തർക്കിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ പൗലോസിന് നല്ല ഉറപ്പാ. കാരണം പൗലോസ് ഇത് കേട്ടത് മനുഷ്യരെന്നല്ല, പൗലോസ് ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചില സമയത്തൊക്കെ കുറച്ച് നെകളമൊക്കെ വരുമായിരുന്നു പൗലോസിന്, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആദിക്കത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് ആരുടെ ദൂതൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാത്താന്റെ ദൂതനെ തന്നെ കൊടുത്തേൽപ്പിച്ചായിരുന്നു. ദൈവത്തിന് ഇഷ്ടംപോലെ ദൂതനമ്മമാരുണ്ട്, പക്ഷെ അവരൊന്നും ഏൽപ്പിച്ചില്ല. കാരണം ഒരു മയം ഇല്ലാതെ കുത്തിക്കോണം. അതുകൊണ്ടാണ് സാത്താന്റെ ദൂതനെ തന്നെ ഏൽപ്പിച്ച്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില കുത്തലുകളൊക്കെ വരുമ്പോൾ ഒരു മയവും ഇല്ലാതെ കിട്ടുന്നതിന്റെ കാര്യം അത് സാത്താന്റെ ദൂതനെ ഏൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരാണ് ചിലപ്പോൾ മയത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പറയും അവര് നമ്മുടെ സേവക ആത്മാക്കളെ ദൈവം തന്നേക്കുന്നല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് കൂട്ടത്തിൽ ദൈവം മിനിമം 2 ദൂതന്മാരെങ്കിലും തന്നിട്ടുണ്ടെന്ന് പറയുന്ന കണക്ക്, അതുപോലെ തന്നെ അതിന് ഓരോരുത്തരും ഇതനുസരിച്ച് അത് എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷെ മിനിമം 2 പേരുണ്ടാകുന്ന, പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ മറ്റേ ആളുടെ ദൂതൻ. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ട്, ചുറ്റുമുണ്ട്, കാല് കല്ലുമേ തട്ടാതെ കരുതുന്നൊക്കെ പറഞ്ഞ കണക്ക് തന്നെ മറ്റേ ദൂതനും നിപ്പുണ്ട് കേട്ടോ. അത് മറന്നു പോകരുത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഹല്ലേലൂയ എവിടെ നിന്നൊക്കെ കൊട്ട് കിട്ടുമെന്ന് അറിയാം. ചിലപ്പോഴൊക്കെ കൊട്ട് കിട്ടുന്നതിന്റെ കാര്യം കൂടെ നിപ്പുണ്ടാകും. അതുകൊണ്ട് അത് സൂക്ഷിക്കുക എല്ലാവരും. അവിടെ അപ്പൊ സാധാരണ ദൂതനെ തന്നെ കൊടുത്തു. അതെന്നെ വിട്ടു നീങ്ങേണ്ട ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. നമ്മളൊക്കെ ചെറിയ ചില രോഗമൊക്കെ വരുമ്പോഴോ അല്ല ചിലതൊക്കെ വരുമ്പോഴോ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ ചില ഉപവസിക്കുക, അല്ലെ എല്ലാ ഗ്രൂപ്പിലൊക്കെ പറയും കേട്ടോ, പ്രാർത്ഥിക്കണേ, ഇങ്ങനെ കാര്യമുണ്ട്, വിട്ടുമാറണേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുകയാണ് സാത്താന്റെ ദൂതനെ ദൈവം ഇങ്ങനെ വിടുന്നതാണ് കേട്ടോ, ചില കുത്താൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇതൊക്കെ പക്ഷെ പൗലോസ് 3 പ്രാവശ്യം വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. 3 വട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പം
3 പ്രാവശ്യം പോസിറ്റീവ് പ്രാർത്ഥന, 3 പ്രാവശ്യം അല്ല കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ച, അപ്പൊ എത്ര ദിവസങ്ങളെടുത്ത് പ്രാർത്ഥിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ദൈവത്തിന് മറുപടി എന്നേ വന്നോളൂ. എന്താ പറഞ്ഞ? ആമേ ഹാലേ, എന്റെ കൃപ അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീന തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഹാലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മുടെ ബലഹീനതകളാണ് തികഞ്ഞു വരുന്നത്. ഹാലേ, നമ്മൾ ബലപ്പെട്ടവർ, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞാൻ നിറഞ്ഞവനാണെന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്തല്ല, കർത്താവെ ഞാൻ ഒഴിഞ്ഞവനല്ല, ശൂന്യത കൊണ്ട് എനിക്ക് ഹാല, എന്റെ ജീവിതത്തിൽ പോരായ്മയുണ്ട്, എന്റെ ജീവിതത്തിൽ ഇന്ന സ്വഭാവങ്ങളോടെ വിട്ടുമാറാൻ എനിക്ക് പറ്റുന്നില്ല ഹാലേലി, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും ഞാൻ പരാജയപ്പെടുന്ന ചില മേഖലകൾ ഉണ്ട് എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പറയുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി അവിടേക്ക് വരുന്നത്. നമ്മൾ ജീവിതത്തിൽ വിട്ടുമാറാൻ കഴിയാത്ത സ്വഭാവങ്ങൾ, ചില സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ മുമ്പ് നമ്മളങ്ങ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവേ, ദൈവമേ, ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി, എനിക്ക് തന്നെത്താൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ എനിക്കിത് മാറ്റാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറയും. നമ്മൾ പോലും അറിയാതെ പരിശുദ്ധാത്മ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത് നമുക്ക് നമ്മൾ മറന്നു പോലും പോകും. ആ സ്വഭാവം നമുക്ക് ഉണ്ടാകുന്നത് പോലെ അതുപോലെ അപ്പൊ ദൈവസന്നിധി നമ്മൾ നമ്മുടെ ബലഹീനതകൾ ഉണ്ടെങ്കിൽ അത് അവിടെ ദൈവസന്നിധി താഴ്ത്തണം. നമ്മൾ മനുഷ്യന്റെ മുമ്പിലല്ല നമ്മൾ ദൈവത്തെ എല്ലാം നമ്മൾ ഉള്ളതുപോലെ നമ്മുടെ ഉള്ളങ്ങളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന എന്താണ് ചിന്തിക്കുന്നതിന് മുമ്പ് അറിയുന്ന ദൈവമാണ്. നമ്മുടെ ചിന്തനങ്ങളെ വിവേചിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ കയ്യിലേക്ക് അതിലേക്ക് തൂക്കി നോക്കി അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയുന്ന ദൈവമാണ്. എന്നിട്ട് പറ, നിന്റെ ഹൃദയം ചോളതായിരുന്നില്ല എന്ന് ദൈവം പറയുന്നത് കാരണം ദൈവത്തിന് നന്നായി അറിയുന്നത്. ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റു പറയുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിന് അത് ഏൽപ്പിച്ചു കൊടുക്കുക, താഴ്ത്തുന്നത് കൊണ്ട് ഒരു ദോഷമില്ലാതെ നമുക്ക് ഗുണമില്ല. അപ്പൊ അത് താഴ്ത്താതെ നമ്മൾ നിഗളിക്കുമ്പോഴാണ് വിഷയം വരുന്നത്. ചില ആൾക്കാരെ അഭിനയിക്കും, ഹാലലിയ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എനിക്ക് ഈ ഇതൊന്നും പ്രശ്നമല്ല, ഇതൊന്നും എന്റെ മുമ്പിലേക്ക് പരീക്ഷ ആയിട്ടൊന്നും വരത്തില്ല, ഹാലലിയ ഞാൻ ഇതിലൊക്കെ ഭയങ്കര ബലപ്പെട്ട ആളാ, അങ്ങനെ ഒരാൾ മട്ടപ്പാവിൽ നിന്ന് നോക്കിയതാ ഹാലലിയ, പിന്നെ ഇതൊന്നും എന്നെ അങ്ങോട്ട് എന്നെ ഒന്നും ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് പോയി കയറി നിന്നും ഞെളിഞ്ഞു നോക്കിയ ഒരാളാണ് അവസാനം പാവത്തിൽ പോയി വീണത്. ഹാലലിയ. ആ സമയത്ത് മാമി ജോസഫ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സാഹചര്യം വന്നപ്പോൾ അവിടെ ഓടി. കാരണം ജോസഫിന് മനസ്സിലായി ഞാനിവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അത് എന്നെ കൊണ്ട് പോകും, ഹാലലിയ അവിടെ നിൽക്കാൻ പോലും പാടില്ല, വിട്ടേക്കാന്ന് വിചാരിച്ചു അല്ലെ. ദാവീദ് മുട്ടുപാവയ്ക്കത് നോക്കും. ദാവീദിന്റെ ചിന്ത എന്തായിരിക്കും? ദാവീദ് ആത്മാവുള്ളവനാണ്, ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് രാജാവ് ദൈവം അഭിഷേകം ചെയ്തതിന് ദൈവമായിട്ട് എപ്പോഴും ഹാലലിയ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ദൈവത്തോട് ചോദിച്ചു ചെയ്യുന്നത്. അപ്പൊ ദാവീദ് ഒരു ചിന്ത ഉണ്ടായതാണ്, എന്നെ ഇതൊന്നും വീഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നോക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഹാലലിയ ഞാൻ അവിടെ ബലമുള്ളവരെ, ഞാൻ ഭയങ്കര ബലപ്പെട്ട് നിൽക്കുന്നതൊക്കെ വിചാരിച്ചിട്ട് നോക്കിയല്ലേ, അല്ലാതെ പാപം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ദാവീദ് നോക്കിയത്, ഇല്ല. പക്ഷെ നോക്കിക്കൊണ്ട് നിന്നപ്പോ ദാവീദിന്റെ ഹാലലിയ ദാവീദ പാവം. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മള് തന്നെത്താൻ അഹങ്കരിക്കല്ല, ഇതൊക്കെ എനിക്കൊരു വിഷയമല്ല, ഞാൻ ഇതിനകത്തോടൊക്കെ കയറിപ്പോയാലും എന്നെ ഇതൊന്നും തൊടത്തില്ല, ഇതിലൊന്നും ഞാൻ വീണ് പോകത്തില്ല എന്നൊന്ന് വിചാരിച്ച് നഗലിക്കേണ്ട. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പയ്യെ ദൈവകൃപ പരിശുദ്ധാത്മ ഗൈഡ് ചെയ്യുമ്പോൾ പയ്യെ അവിടെ സ്ഥലം ന്യൂട്രൽ വിട്ടുപോരുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ടത്. കാരണം അതിനകത്ത് കയറി നിൽക്കരുത്. നമ്മളെപ്പോഴും ഞാൻ പറയും, പാവത്തിന്റെ ഇടയിൽ കയറി നിൽക്കരുത്. പാപമുള്ള അപ്പൊ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മളെ അതിനകത്തേക്ക് പിടിച്ച് ഇടാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും, ഇതൊന്നും എനിക്ക് വിഷയമല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി നിൽക്കും എന്നൊക്കെ പറയും. പക്ഷേ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന നെഗറ്റീവാണ്. അപ്പൊ അവിടേക്ക് നമ്മൾ കുറെ നമ്മുടെ നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ഫെലോഷിപ്പുകൾ, നമ്മുടെ നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ ഇതൊക്കെ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ബലമുള്ളവരാണ്, നമ്മൾ ഹാലലിയ നമുക്ക് അതിന് ഭയങ്കര ശക്തിയാണ്, നമ്മൾ ഇതൊന്നും തൊടത്തില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾ എത്ര പരീക്ഷ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ലോകക്കാരോട് കൂടി നിങ്ങൾ ലോകപരമായ സംസാരങ്ങൾ സംസാരിച്ച് നോക്കിക്കേ, നിങ്ങൾ അറിയാതെ നിങ്ങളെ ആത്മീയത കുറയും. പക്ഷേ നിങ്ങൾ അവരോട് സംസാരിക്കാൻ കിട്ടുന്ന സമയം അവർ പറയുന്ന കേൾക്കാതെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കൊടുക്കാനാ ശ്രമിച്ചു നോക്കി, അവർ നിങ്ങളോട് അധികം സംസാരിക്കാൻ വരാതെ തന്നെ. ഇപ്പൊ നമ്മുടെ രോഗപരമായിട്ടൊരു കൂട്ടുകാരൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പലപ്പോഴും എനിക്ക് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോ. അപ്പൊ ഞാൻ നാട്ടിൽ ചെല്ലുന്നത് ഒരു ദിവസം ഇങ്ങനെ അവന്റെ വൈഫിന്റെ അടുത്ത് ചോദിച്ചു, ഇതെന്ത് പറ്റി, പണ്ട് സയാമീസ് ഇരട്ടകളെ പോലെ ഇപ്പൊ അധികം സംസാരിക്കണം. അപ്പൊ എടുത്തല്ലേ ഇവളോട് ഇപ്പൊ എന്ത് പറഞ്ഞ വാ തന്നുള്ള സുവിശേഷം പറയത്തുള്ളു, അതുകൊണ്ട്
അതുകൊണ്ട് ഇവിടെ വിളിച്ചിട്ട് കാര്യമില്ല, വിളിക്കാറില്ല. കാരണം വെച്ചാൽ ഇത് ഇത് നമ്മൾ പറയുന്നത് എന്താണോ, നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുന്നെങ്കിൽ അവര് നമ്മളെ അധികം വിളിക്കത്തില്ല. കാരണം നമ്മളിന്ന് കേൾക്കാനായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ അവര് പറയുന്ന കേട്ടോണ്ടിരിക്കാനാണ്, നമ്മൾ അതുപോലെ സംസാരിക്കുകയാണെങ്കിൽ അവര് ആ ബന്ധം ഇങ്ങനെ. അപ്പൊ നമ്മൾ ലോകക്കാരായിട്ട് ഫ്രണ്ട്സിനെ അകറ്റാൻ വേണ്ടിയിട്ട് അത് നമ്മളിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ അവര് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മളോട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളതിനെ അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ അവരുടെ ഉള്ളിലുള്ളത് അവരെ കൊണ്ടുപോയിക്കൊള്ളുന്നുണ്ട്. ഹാലലിയ. അപ്പൊ നമ്മളിലേക്ക് അവരുടെ വിഴുപ്പുകൾ ഇടാനായിട്ട് ശ്രമിക്കത്തില്ല. ഹാലലിയ. അപ്പൊ ഇവിടെ ഇത് നമ്മള് ഹാലലിയ. ഞാൻ നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ നന്നായിട്ട് ആരാധിക്കുന്ന, വചനം മെഡിറ്റേറ്റ് ചെയ്യേ, വചനം വായിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്നോട് ആര് സംസാരിച്ച് എനിക്ക് വിഷയമൊന്നുമില്ല, അതെന്റെ ആത്മീയത എഫക്ട് ചെയ്യത്തൊന്നുമില്ല നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളിലേക്ക് എന്താ കേൾക്കുന്നത്, ഇത് നിങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും, ഡെഫിനറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ്. കാരണം കേൾവി, നമുക്ക് വിശ്വാസം എങ്ങനെ വരുന്ന, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് ദൈവത്തിന്റെ വചനം. അപ്പൊ കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നെങ്കിൽ ഹല്ലേലൂയ. അപ്പൊ ആ കേൾവി, നമ്മുടെ വിശ്വാസം ക്രിസ്തുവിന്റെ വചന ആ കേൾവിയാൽ വരുന്നെങ്കിൽ നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും. നിങ്ങള് വചനം കേട്ടാ വചനം കയറും. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട, അപ്പൊ നിങ്ങൾ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ട ഇത് നിങ്ങളിലേക്ക് കയറും. ഒരു സംശയമില്ല. ഞാൻ ആദ്യമായിട്ട് മനസ്സിലായി, വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടില്ല. ആ സമയത്ത് രക്ഷാസ്ഥാനം ഒരു ദിവസം ആയിരുന്നു എന്റെ ഹല്ലേലൂയ. അതുപോലെ ആ സമയത്ത് ഞാൻ ടി ബി ജോഷിയുടെ മീറ്റിംഗ് കണ്ടപ്പോൾ ഈ സ്ക്രീനിലൂടെ കൈ ടച്ച് ചെയ്തപ്പോൾ എന്റെ ശരീരത്തിൽ ദൈവശക്തി അടിച്ച് എന്റെ കൈ ചെറുത്തന്ന് ചൊറിഞ്ഞ് പൊങ്ങി നിന്ന അതെല്ലാം ഒരു പാടുപോലും ഇല്ലാതെ അന്നേരം തന്നെ അപ്രത്യക്ഷം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതിലൂടെ, ഈ ഓൺലൈനിലൂടെ, ഒരു മീഡിയയിലൂടെ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരുന്നെങ്കിൽ, ഈ മീഡിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, പല കാര്യങ്ങളും കാണുന്ന സമയത്ത് ആ മീഡിയയിൽ എന്താണ് അതിലുള്ളത് അത് നമ്മളിലേക്ക് വരും. പോസിറ്റീവായിട്ട് ദൈവത്തിന്റെ ശക്തി മീഡിയയിലൂടെ വ്യാപരിക്കുക. ഇപ്പൊ നമ്മൾ സൂമിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പലരും പരിശുദ്ധാത്മാ ശക്തിയെ നിറയാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അതെന്താ വെച്ചാൽ മീഡിയയിലൂടെയാണ് ഇത് വ്യാപരിച്ചെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുന്ന ഒക്കെ കാര്യങ്ങൾ മീഡിയയിലൂടെ ഇത് സംഭവിക്കുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ മീഡിയയിൽ എന്താണോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് വരും. ഒരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ കുട്ടികൾ കാർട്ടൂണൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ അത് കാണാൻ അനുവദിക്കരുതെന്ന് പറയുന്ന കാര്യം. അല്ലാതെ എന്താ പറയാ, ചില ആൾക്കാർ പറയും ഇതൊരു എന്തോ പെന്തക്കോസ്ത് തീവ്രവാദിയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇത് കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ഞാൻ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കാണുന്നവര് ഒരു കുഴപ്പമില്ല. ഇത് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരു ദിവസം കണ്ടു കഴിയുമ്പം, വല്ലപ്പോഴും കാണുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കാണുമ്പം ഇത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെങ്കിൽ, ഇത് പിന്നെ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇത് ഈ ശക്തി നിങ്ങളെ കീഴടക്കിക്കൊണ്ടേയിരിക്കുക, നിങ്ങൾ പോലും അറിയാതെ. എന്തുകൊണ്ടാണ് നിങ്ങളെ കീഴടക്കുന്നത് വെച്ചാൽ ആ ശക്തി വെറും ശക്തിയല്ല. അത് നമ്മൾ അല്ലെങ്കിൽ അത്രത്തോളം ആത്മീയമായിട്ട് അത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലാണ് ഇത് കാണുമ്പോൾ നമ്മൾ അത് ഇൻഫ്ലുവൻസ് ചെയ്ത. പക്ഷെ നമ്മൾ അതും കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്ന് തോന്നിട്ട് ഏത് ആത്മീയൻ എന്ത് കണ്ടാലും പറയാണ്, ഞാൻ ഇൻക്ലൂഡിങ് ഞാൻ പറയാം, എനിക്കുണ്ട് ചില സ്വഭാവങ്ങളൊക്കെ. ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ ചാനലൊക്കെ കയറി കുക്കിംഗ് ഒക്കെ എന്തെങ്കിലും ഒന്ന് നോക്കാൻ എന്നാൽ പിന്നെ ഒരു മണിക്കൂർ അരമണിക്കൂർ അതിനകത്ത് പോകുന്ന സമയം ചില സമയത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഇത് പുറത്ത് വരണം. അങ്ങനെ ഒരു അതുകൊണ്ട് അപ്പൊ ഇല്ലെങ്കിൽ നമ്മളെ അത് കീഴ്പ്പെടുത്തും. അപ്പൊ ബലഹീനത നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. കാരണം നമ്മൾ ഈ താഴത്തെ ഈ ഭൂമിയിലെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ശരീരമാണ്. ഈ ശരീരം വീണ്ടെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന സമയത്ത് വീണ്ടും ജനനം പ്രാപിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ശരീരം മരിച്ചു, വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേറ്റിക്കുന്ന നമ്മുടെ ശരീരത്തെ നമ്മൾ മരിച്ചതായിട്ട് കണക്കാക്കാത്തത് കൊണ്ട്, അതേ സ്വഭാവത്തിൽ തന്നെ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനൊക്കെ ആയി വന്ന പോലെ സ്നാനം നമ്മുടെ ശരീരത്തെ പിന്നെ എന്തൊക്കെ എഫക്ട് ചെയ്താലും ഇത് നമ്മളെ വേദനിപ്പിക്കുന്നില്ലെങ്കിൽ, അത് നമ്മളെ എഫക്ട് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു മുറിവ് നമ്മൾ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കും. കാരണം നമുക്ക് ഈ ശരീരം വളരെ ഇമ്പോർട്ടന്റ്. ഈ ശരീരത്തെ അവരാരും വിലയേറിയത് എണ്ണിയില്ല. കാരണം അവർ അടി കൊണ്ടപ്പോഴും ഉപദ്രവം ഏറ്റപ്പോഴും കല്ലേറ് അങ്ങനെ പലവിധമായ വിഷയങ്ങളിലൂടെ അവരുടെ ശരീരം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടപ്പോഴൊന്നും അവരതിലൊക്കെ സന്തോഷിച്ചുകൊണ്ടൊന്ന് പോയെന്നാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലോ, ഇന്നൊരാൾ നമ്മളൊരു അടി അടിച്ചെന്നിരിക്കട്ടെ, നമ്മൾ എത്ര ദിവസം ഇരുന്ന് കരയാതെ ഓർത്തുണ്ട്, എത്ര ദിവസം പരാതി പറയും ദൈവത്തോട്. നമ്മളൊക്കെ പറയോ, ഇനി ഇതിനെക്കാട്ടി അങ്ങ് മരിച്ചാൽ മതി, ഇത് കർത്താവേ, ഇതിനെക്കാട്ടി നല്ലത് ആ ജീവൻ അങ്ങ് പോകുന്നത് അല്ലേ. ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി രണ്ട് വഴക്ക് പറഞ്ഞാലോ,
അയ്യോ, പിന്നെ അത് പിറുപിറുത്തോണ്ടിരിക്കുന്ന എത്രയോ ശരി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരം മരിച്ചിട്ടില്ലാത്തോണ്ടാ, നമ്മളതിനെ മരിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിച്ചു നോക്കിയേ, അവര് കർത്താവിന് വേണ്ടി ഉപദ്രവേറ്റപ്പോൾ സന്തോഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു എന്ന് പറയുന്നത്. കാരണം അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞ എന്താ വെച്ചാൽ ഈ ശരീരം അത് മരിച്ചു കഴിഞ്ഞു. ഈ ശരീരത്തിന്മേൽ ഇനി ഒരാൾ തല്ലിയാലോ അടിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും രണ്ട് വഴക്ക് പറഞ്ഞാലോ ഒന്നും അവരെ എഫക്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ ശരീരം മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെല്ലാം എഫക്ട് ചെയ്യും. ഹല്ലേലൂയ. ഇവിടെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞ ആ കഷ്ടതയിൽ നമ്മൾ ദൈവശക്തി, നമ്മുടെ ദൈവശക്തി എവിടെ വർദ്ധിക്കും? നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനാകും തോറും പുറത്തെ മനുഷ്യൻ അതിനെ എഫക്ട് ചെയ്യാതാണ്, അതിനെ ജയിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ പക്ഷെ ഇന്ന് അങ്ങനെ ആർക്കും കഴിയാത്തതിന്റെ കാര്യം ഇന്ന് നമ്മൾ അങ്ങനെ ആരെയും അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊന്ന് പറയാം, തിരിച്ചു നിന്ന് രണ്ടങ്ങോട്ട് പറയുന്ന ആൾക്കാരെ കാണുന്നത്, അല്ലേ? നമ്മുടെ ദൈവസഭയ്ക്കുള്ളവരൊക്കെ പുറത്തുള്ളവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അവരെ ഉള്ളിലുള്ളവരെ കുറിച്ച് തന്നെയാ പറയുന്നത്. നമ്മളെ നടത്താനായിട്ടും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് മാതൃക കാണിച്ചു തരാനായിട്ടും ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഓരോ മനുഷ്യരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അവരെ പലരും നമ്മൾ കാണുന്ന സ്വഭാവം, അവരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചു നിന്നിട്ട് രണ്ട് പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഇത് കണ്ടല്ലേ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ അത് കണ്ടല്ല പഠിക്കണ്ടേ. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ആ ദൈവത്തെ കണ്ട. അപ്പൊ അവൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒഴിച്ചുകളെ അപ്പൊ ആ കർത്താവ് ആരാ നമ്മുടെ ജീവിതത്തില് നമ്മളെന്നുള്ള ആ സ്വഭാവത്തെ നമ്മൾ ഒഴിച്ചു കളയണം. നമ്മൾ ആരാണോ, നമ്മുടെ വ്യക്തിത്വം എന്തായിരുന്നു അതിനെ നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ എന്നിട്ട് ക്രിസ്തുവിന്റെ വ്യക്തിത്വം, ആ കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപരാകുന്ന വെച്ചാൽ കർത്താവിന്റെ ആ വ്യക്തിത്വത്തെ നമ്മളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ കർത്താവ് അതാണ് പൗലോസ് അപ്പോസ്തലനും പത്രോസിലൊക്കെ നമ്മൾ കണ്ടേക്കുന്നത്. അവർ ഓരോരുത്തരും എന്തുകൊണ്ടാ അവരുടെ കഷ്ടതയിലെല്ലാം സന്തോഷിക്കാൻ കാരണം വെച്ചാൽ അവരെല്ലാവരും അവരുടെയൊക്കെ ആ വ്യക്തിത്വത്തെ മാറ്റിവെച്ചു. അവർക്ക് അതിനു മുമ്പുണ്ടായിരുന്ന പേഴ്സണാലിറ്റി ഒന്നും പിന്നീട് അവരുടെ ജീവിതത്തിൽ കണ്ടില്ല. അപ്പൊ കർത്താവ് ക്രിസ്തുവിന്റെ ക്രിസ്തു എങ്ങനെയായിരുന്നു അതേ സ്വഭാവത്തിലേക്ക് അവർ മാറി. നമ്മൾ ആ സ്വഭാവത്തിലേക്ക് വരാത്തോണ്ടാണ് ഇവിടത്തേക്ക് വരാന്നിട്ട് പറഞ്ഞ അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വിടുമെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കണം, ഞാൻ അതിസന്തോഷത്തിന് ബലഹീനത പ്രശംസിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ ശക്തി എന്റെ ആവസിക്കേണ്ടത്. എനിക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷം. കർത്താവ് ഒരു ബലഹീനത വന്നു കേട്ടോ, കാരണം അതല്ല എന്താ, അപ്പൊ എനിക്ക് കർത്താവിന്റെ ശക്തി പ്രാപിക്കുമ്പോ അപ്പൊ എന്റെ ബലഹീനതയെ എന്ന് ബലഹീനത കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനല്ല ഇത്. അപ്പൊ ആ ബലഹീനത ഉണ്ടെങ്കിൽ ബലഹീനത തിരിച്ചറിയുമ്പോ അപ്പൊ തന്നെ ബലഹീനത കൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് കൊടുക്കും. കർത്താവ് ഇതാണ് എന്റെ ബലം. അപ്പൊ അതിന് പകരം ദൈവത്തിന്റെ ശക്തിയെ പ്രാപിക്കും. അപ്പൊ നമ്മൾ പിന്നീട് ശക്തനാ ബലഹീനനല്ല. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായെന്ന് പറയാൻ കാണാതെ ആ ബലഹീനതയിലെല്ലാം ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചു. നമ്മളിവിടെ ബലഹീനതയൊക്കെ ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ശക്തി. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ എന്റെ ബലഹീനത അങ്ങനെ ശക്തി പ്രാപിച്ചതുകൊണ്ട് എന്തൊക്കെയാ പൗലോസ് അപ്പോസ്തലൻ എഴുതിയത്? കർത്താവിന് വേണ്ടി ഞാൻ അനേകം സഭകൾ പണിഞ്ഞ് അനേക ലേഖനങ്ങൾ എഴുതി അനേക രാജ്യങ്ങൾ സഞ്ചരിച്ച നല്ല പൗലോസ് അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നേ. ആ ബലഹീനത അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം സഹിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. കാരണം ഇതൊക്കെ ഓരോ സമയത്ത് ഉപദ്രവമേൽക്കുമ്പോ, കഷ്ടതയേൽക്കുമ്പോ, എന്താ പറയാ, കയ്യേറ്റമേൽക്കുമ്പോ, ബുദ്ധിമുട്ടേൽക്കുമ്പോ, ഇതെല്ലാം ഏൽക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ബലപ്പെടുത്തുന്നതിന്റെ ശക്തി എന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു ഒരിക്കൽ കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് കഴിഞ്ഞ് വലിച്ചു പുറത്തു കൊണ്ടിട്ട് അല്പസമയം കഴിയപ്പം യഥാർത്ഥമായിട്ടാണ് പൗലോസ് മരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ആ കുറച്ചു കഴിയപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാ കാണുന്നത്. ആരും താങ്ങി പിടിച്ച് എഴുന്നേറ്റ് പൊക്കിയെടുത്ത് ബോധം വന്നപ്പോ കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുവന്ന എല്ലാവരും ചുമന്നുകൊണ്ട് പോകുന്നതല്ല. അവിടുന്ന് പൗലോസ് എഴുന്നേറ്റ് അടുത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന പൗലോസിനെ കാണിച്ച ആ ബലഹീനത പൗലോസിന്റെ ജീവിതത്തിൽ വന്നപ്പം ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി പൗലോസിലേക്ക് ഇറങ്ങി വന്ന് അവിടുന്ന് പൗലോസിനെ ആദ്യം സഹായമില്ലാതെ തന്നെത്താൻ എഴുന്നേറ്റ് പോകത്തക്ക ഒരു മരിച്ച് എന്ന് മരിച്ചതായത് ആ മനുഷ്യൻ മരിച്ചു എന്ന് തന്നെയാണ് എഴുതുന്നത്. പക്ഷെ അങ്ങനെ കടന്നെടുത്തും ദൈവത്തിന്റെ ശക്തി അവിടെ എഴുതിയൊക്കെ പൗലോസ് പറയാ, ഞാനിപ്പൊ നടക്കുന്നത് എന്റെ ശക്തിയിലല്ല, എന്റെ ശക്തി അവരെല്ലാം അടിച്ച് തകർത്ത് ഇവിടെ കൊണ്ടിട്ടതാണ്. ഇപ്പൊ ഞാൻ നടക്കുന്നത്, ഇപ്പൊ ഞാൻ എഴുന്നേറ്റത് ദൈവത്തിന്റെ ശക്തിയിൽ. അപ്പൊ അതുകൊണ്ട് ആ ഉപദ്രവം ഉണ്ടായപ്പം പൗലോസ് സന്തോഷിച്ചു. കാരണം ആ ഉപദ്രവത്തിന് കാരണം അത്രത്തോളം ദൈവശക്തിയിലേക്ക് ഇറങ്ങി വന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില കഷ്ടതയിലൂടെ ചില പ്രയാസങ്ങളിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ദൈവം കടത്തിയാണ്. കാരണം നമ്മൾ ആ കഷ്ടതയിൽ ആ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടിൽ ആ പ്രയാസത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ശക്തനായിട്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഹാലേലിയ. അപ്പൊ നമുക്കൊക്കെ ആ ഒരു അവസരത്തിൽ നമ്മൾ കടന്നു പോകുന്ന ആ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മളെ വീണ്ടും 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 നമ്മൾ താന്ന് ഹാലേലിയ ആ അവസ്ഥയിൽ ഹാലേലിയ ഇരുന്ന് പോകും ഹാലേ. പക്ഷേ അപ്പൊ ദൈവം ചില സമയത്ത് നമ്മളെ താഴ്ത്തുന്ന എന്തിനാ വെച്ചാൽ നമ്മൾ ദീർഘക്ഷമ സഹിഷ്ണുത പഠിക്കാൻ വേണ്ടിയിട്ടും ഹാലേലുയ. അല്ലെങ്കിൽ നമ്മൾ ആ താഴ്ചയിൽ കൂടെ പോകുമ്പോഴത്തേനും ഹാലേലൂയ അപ്പൊ പരീക്ഷിക്കുമ്പോഴും ഒക്കെ ആ നന്മ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ താഴ്ത്തുന്നതാണ്. അപ്പൊ ഈ താഴ്ചയിലിരിക്കുമ്പോൾ കഷ്ടതയിരിക്കുമ്പോൾ നമ്മൾ സഹിഷ്ണുത പഠിക്കുക. ഈ സഹിഷ്ണുത പഠിച്ചു കഴിഞ്ഞാൽ ഹാലേലൂയ നമുക്ക് ദൈവത്തിന് അതിനൊരു അവസാനമുണ്ട് കേട്ടോ. എന്നും കഷ്ടത തന്നെയല്ല, എന്നും ബുദ്ധിമുട്ട് തന്നെയല്ല, എന്നും പ്രയാസം തന്നെയല്ല ഹാലേലൂയ. അവിടെയൊക്കെ നമ്മൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നുണ്ടാണ്. അപ്പൊ ദൈവത്തിന്റെ ശക്തി നമ്മൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഹാലേലൂയ നിങ്ങൾ മറ്റൊന്നിലേക്കും മനുഷ്യൻ മുഖത്തേക്ക് നോക്കി ഹാലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഹാലേലൂയ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ഹാലേലൂയ അതിന് വേണ്ടത് എന്താ നമുക്ക് വേണ്ടത് പ്രാപിച്ച് പൗലോസഭയോട് പറയുന്ന പോലെ ഹാലേലൂയ ആ ശക്തി ബലഹീനത വരുന്ന സമയത്ത് അല്ലെ കഷ്ടത വരുമ്പോ താഴ്ച വരുമ്പോ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ശക്തനാക്കുന്നതിന് മുഖാന്തരം നമുക്ക് അതിനേക്ക് ജയിക്കാൻ കഴിയത്തപ്പോ നമ്മൾ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ദൈവസ്ഥനിൽ ഇരിക്കുകയും ഹാലേലൂയ നമ്മൾ ശക്തി പ്രാപിക്കുകയും ദാവീദിനെ കുറിച്ച് നമ്മൾ കണ്ടാൽ ദാവീദിന് കരയാൻ പോലും കഴിയാതെ കൂടെ നിൽക്കുന്നവർ എറിയാൻ കല്ലെടുത്തു ഹാലേലൂയ. ചുറ്റുപാട് നിന്നവരാണ്, കൂടെ നിന്നവരാണ് ഹാലേ. അവർ കല്ലെടുത്തപ്പോ ദാവീദിന്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ട് ഹാലേലൂയ. മറ്റു മനുഷ്യരിൽ ബലപ്പെട്ടെന്നല്ല, ദൈവത്തിൽ ബലപ്പെട്ട് ഹാലേലൂയ. യോബിനെ നമ്മൾ കാണുന്നത് യോബിന്റെ ജീവിതത്തിലും ചുറ്റുപാട് നിന്നവരെല്ലാം യോബിനെ കുറ്റം പറയുന്ന സമയത്ത് യോബിന്റെ ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു ഹാലേ സർവശക്തനെ ഹാലേലൂയ മുമ്പ് ഞാൻ തെറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് യോബ് എന്താ ദൈവത്തിൽ പ്രത്യാശ വെച്ച് സഹിഷ്ണുതയോട് കാത്തിരുന്നപ്പോ യോബിന്റെ ജീവിതത്തിൽ അവസാനം ദൈവം വരുത്തി നമ്മൾ കണ്ടു ഹാലേലൂയ. ഇവിടെ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം പൗലോസിന്റെ ജീവിതത്തിൽ ഹാലേലൂയ ദൈവത്തിന്റെ ഹാലേലൂയ ആ ശക്തി ഹാലേലൂയ പൗലോസിനെ എത്രത്തോളം ഹാലേലൂയ ബലപ്പെടുത്തി ഹാലേലൂയ എത്രത്തോളം ശക്തനാക്കി മാറ്റിയെന്ന്. അത് പൗലോസിന്റെ ശക്തിയിലല്ല, ആ ശക്തിപ്പെടുത്തുന്ന ശക്തിയിലെ പൗലോസ് ബലപ്പെട്ടു. അപ്പൊ എല്ലാവരുടെയും ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അപ്പൊ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചവരാരും അപ്പൊ ദൈവത്തിൽ ആശ്രയം വെച്ചവരാരും ഹല്ലേലൂയ പരാജയപ്പെട്ടു പോയിട്ടില്ല. ദൈവത്തെ തന്നെ പ്രത്യാശ വെച്ച് ദൈവം കൊടുത്ത ഹാലേലിയ ചില താഴ്ചകളിലൊക്കെ ഹാലേലിയ അവിടെ ദൈവസനെ താഴ്ന്നിരുന്ന് ഹാലേലിയ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഹാലേലിയ അവർക്കൊരു അവസാനം ഹാലേലിയ ദൈവം കൊടുത്ത നന്മ കണ്ട് ഹാലേലിയ സന്തോഷിച്ചവരാണ്. അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ദൈവം ശിക്ഷിക്കാറുണ്ട് ഹാലേലിയ. ചില സമയത്ത് ദൈവം പരീക്ഷിക്കാറുണ്ട് ഹാലേ. അതെന്തിനാ വെച്ചാൽ നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിന് ശക്തിപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഹാലേ അങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ അവരെ കുറിച്ച് കുറ്റം പറയാനും ഹാലെ പിറുപിറുക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്ത് കുഴപ്പമുള്ളതുകൊണ്ട് എങ്ങനെ വരുന്നതെന്ന് പറയാനല്ല നിൽക്കേണ്ടത് ഹാലേലിയ. അവരുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവം കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പർപ്പസ് ഉണ്ട് ഹാലെ. ആരാണെങ്കിലും ഇപ്പൊ ഞാനായിട്ട് മറ്റൊരാളുടെ ആരുടെ ജീവിതത്തിലാണ് ഒരു താഴ്ച ഹാലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്ന കർത്താവ് അവർ നന്നായി പ്രാർത്ഥിക്കും, അവർ നന്നായി സഭയിൽ പോകുന്നുണ്ട്, അവർ ദൈവത്തിന് പ്രയോജനപ്പെടും, പക്ഷെ എന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കഷ്ടതയെന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഹാലെ. ഞാൻ മറ്റുള്ളവരെ കുറിച്ചൊക്കെ എന്നെ കുറിച്ചും തന്നെ ഇത് ചോദിക്കാറുണ്ട് ഹാലെ. കാരണം വെച്ചാൽ അങ്ങനെ പോകുന്ന സമയത്ത് ഹാലെ ദൈവം ഹാലെ നമ്മളോട് പറയും അതിന് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട് ഹാലെ, ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഹാലെ. ദൈവം ഉദ്ദേശിക്കുന്ന ആ സമയം എത്താതെ അവരുടെ ജീവിതത്തിൽ ഹാലെ മനുഷ്യന് ആക്കോ ഒരു പിശാചിന് അവരുടെ ജീവിതത്തിൽ ഒരു നന്മയും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല ഹാലെ. ഇത് ദൈവമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയെ കൂടെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് പർപ്പസ് ഉണ്ട് ഹാലെ, ഡെഫിനറ്റ് ആയിട്ട് അതിന് പർപ്പസ് ഉണ്ട് ഹാലെ. ആ സമയം എത്തുമ്പോൾ ഹാലെ ദൈവം തന്നെ അവരെ വിടുവിക്കും ഹാലെ. കാരണം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ഹാലെ. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നേരോടെ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഹാലെ സഹിഷ്ണുതയോടെ നിന്ന് കഴിഞ്ഞാൽ ദൈവസ്ഥനെ നമുക്ക് ഹാലയില് നമുക്ക് വരുന്ന കഷ്ടങ്ങൾ നമ്മൾ ഹാലയില് ദൈവം മുന്നിൽ താഴ്ത്തി ഹാലെ കർത്താവ് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഹാലെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ദൈവത്തിന് മുമ്പ് ഏൽപ്പിച്ചു കൊടുത്ത് ഹാലെ നമ്മൾ ദൈവസ്ഥനെ താഴ്ത്തുകയാണെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹാലേലിയ ലേഖനത്തിൽ പറയാം അപ്പൊ അവൻ തക്ക സമയത്ത് ഉയർത്തുക, അവന്റെ ബലമുള്ള കൈക്ക് നമ്മൾ താണിരിക്കണം ഹാലേലിയ. അല്ല നമ്മൾ മറ്റൊരിടത്തേക്ക് പോകാനല്ല പറഞ്ഞത്, ദൈവത്തിന്റെ ഹാലിൽ തന്നെ ദൈവത്തിന്റെ ഹാലിൽ ആ ബലമുള്ള കൈക്കീഴിലായിരിക്കണം നമ്മൾ താണിരിക്കണം. മനുഷ്യരിലൊന്നും ആശ്രയം വെക്കുക, ലോകത്തിലല്ല നമ്മൾ നോക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ ഹാലെ ദൈവം അറിയാണ്ട് ഒന്നും വരത്തില്ല, നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴത്തില്ല ഹാലേലിയ. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും ഹാലെ ദൈവത്തെ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കേണ്ട. അപ്പൊ നമ്മൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഏത് സാഹിത്യം കടന്നു പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശക്തി പ്രാപിക്കണം. അകത്ത മനുഷ്യൻ ശക്തനാകും തോറും ഹാലെ പുറത്തെ മനുഷ്യനെ നമുക്ക് മെരുക്കാൻ പറ്റും ഹാലെ. പുറത്തെ മനുഷ്യന്റെ ബലഹീനത ഒന്നും നമ്മളെ ഹാലയിൽ എഫക്ട് ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മളെ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം നമ്മൾ ദൈവസ്ഥനിൽ ഇരിക്കേണ്ട ഹാലെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹാലെ നമ്മൾ ദൈവസ്ഥനിൽ ഇരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ 3 മണിക്കൂർ ദൈവസ്ഥനിൽ വന്നിരിക്കുന്ന ആരും ഹാലയിൽ ഈ ലോകത്തിൽ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല. ഇന്നത്തെ ദിവസം നമുക്ക് ഹാലേലിയ ഈ ലോകത്ത് ഇന്ന് വഷളായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ ദിവസവും ന്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയമാ തോന്നുന്നത് ഹാലയിൽ നമ്മൾ ജീവിക്കുന്ന
നമ്മുടെ സ്വന്തം നാടെന്ന് പറഞ്ഞ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഹാലേലിയ അല്ലെ വളരെ മൃഗമായിട്ട് മനുഷ്യരെയൊക്കെ മൃഗങ്ങളെക്കാട്ടി കഷ്ടമായിട്ട് തല്ലിക്കൊല്ലുന്നൊക്കെ ആ ഒരു കുത്തിക്കൊല്ലിയും തല്ലിക്കൊല്ലി അടിച്ചു കൊല്ലിയൊക്കെ ചെയ്യുന്ന ഹാലേലിയ ഒരു പട്ടിയൊക്കെ അടിച്ചു കൊല്ലുന്നതിനെക്കാട്ടി കഷ്ടമായിട്ട് മനുഷ്യനെയൊക്കെ അടിച്ചു കൊല്ലുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ കണ്ടതാണ് മീഡിയയിലൂടെ ഹാലേലിയ. അവിടെ സംഭവിക്കുന്ന നേരിട്ട് സംഭവിച്ച പട്ടാപ്പകൽ സംഭവിച്ച കാര്യങ്ങളാണ് ഹാലേലിയ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുവരെ പ്രാപിച്ച ശക്തി പോരാ. ഇന്ന് പൈശാചിക ശക്തികൾ ഇരുട്ടിന്റെ ശക്തികൾ അവരുടെ ഫുൾ ഇതെടുത്ത് ഇന്ന് മനുഷ്യരെ തെറ്റിച്ചുകൊണ്ട് മനുഷ്യരെ മൃഗത്തെക്കാട്ടി കഷ്ടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ശക്തി പോരാ. ഓരോ ദിവസവും നമ്മൾ ജയത്തോടുകൂടി ഈ ഭൂമിയെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ശക്തി പ്രാപിക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവസന്നിധി പ്രാപിക്കണം. എന്നാൽ മാത്രമേ സക്സസ്ഫുള്ളി മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നും നമ്മൾ കൂടിയിരിക്കുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ആഗ്രഹത്തോടെ ആ തീഷ്ണതയോടായിരിക്കും ഇന്ന് എനിക്ക് കർത്താവെ എന്റെ മേലൊന്ന് നിറയ്ക്കണമേ എന്നുള്ള ഹാലേലിയ. ഇതുപോലെ ഇപ്പൊ നിൽക്കുന്നത് പോരാ കർത്താവെ അതിന്റെ മീതെ ഒന്നും കൂടെ ഹാലേലിയ. അതിന്റെ മീതെ നമ്മൾ ഇതുവരെ പ്രാപിക്കാത്ത ഹാലേലിയ അത്ര ഇതുവരെ അനുഭവിക്കാൻ കഴിയുന്ന ദൈവശക്തിയെ നമ്മളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം അയക്കാം. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.